സ്വർണ്ണക്കടത്താരോപണത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സർക്കാരിന് അറിയാം ആരാണ് സ്വർണം കടത്തുന്നതെന്ന്. സ്വർണം കടത്തി ലഭിക്കുന്ന പണം എങ്ങോട്ടാണ് പോകുന്നതെന്നും സർക്കാരിന് അറിയാം. രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വരെ ഈ പണം ഉപയോഗിക്കപ്പെടുന്നു. സർക്കാർ ഇതിൽ എന്ത് നടപടിയെടുത്തുവെന്ന് പറയണമെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പാലക്കാട് പറഞ്ഞു. If you know that gold is being smuggled for anti-national activities, then whose duty it is to take action against those? You should ask that question. Why action has not been taken so far? It's only after the political fallout that he has come to know about it. This is a serious thing, very serious. Who will take the, I'm asking you, who will take the action? I do not have this access to this information. Chief Minister has this access to this information. Why no? He should come forward and tell us what action has been taken by the government. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, ശക്തമായ ഭാഷയിലാണ് ഗവർണറുടെ പരാമർശം വന്നിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് ആരോപണത്തിൽ എന്ത് നടപടിയാണ് ഇതുവരെ സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നത്? തലസ്ഥാനത്തെത്തിയാൽ ഉടൻ ഇതിനെ ചോദ്യം ചെയ്യും, ഇതിൽ റിപ്പോർട്ട് തേടും എന്നും ഗവർണർ പറഞ്ഞിട്ടുണ്ട്. വിവരങ്ങൾ. തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മലപ്പുറം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കടത്ത്, അതുപോലെ തന്നെ ഹവാല കടത്ത്, അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന പണം രാജ്യദ്രോഹ ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉൾപ്പെടെ ഉപയോഗിക്കുന്നുണ്ട് എന്ന പരാമർശം നടത്തിയത്. ഏതായാലും മുഖ്യമന്ത്രിയുടെ ഈ പരാമർശത്തെ കുറിച്ച് മാധ്യമങ്ങൾ ഗവർണറോട് അദ്ദേഹത്തിന്റെ പ്രതികരണം തേടിയപ്പോഴാണ് മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ട് തന്നെ ഈ വിഷയം വളരെ ഗൗരവമുള്ളതാണ്, മുഖ്യമന്ത്രിക്കും സർക്കാരിനും ഇത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിലായിരിക്കണം ഇത് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ഗവർണർ പറഞ്ഞത്. അതേസമയം തന്നെ ഇത്തരമൊരു രാഷ്ട്രീയ പോര്, അതായത് PV അൻവറുമായി ഉണ്ടായ ആ രാഷ്ട്രീയ പോരിനെ തുടർന്ന് മാത്രമാണ് മുഖ്യമന്ത്രി ഈ വിഷയം പുറത്തു പറഞ്ഞിരിക്കുന്നത്. അത് ഏതായാലും അംഗീകരിക്കാനാവില്ല എന്നുള്ളത് തന്നെയാണ് ഗവർണർ പറഞ്ഞത്. ഇതിൽ എന്ത് നടപടിയാണ് ഇതുവരെ സ്വീകരിച്ചത്? ഇത്രയും വളരെ ഗുരുതരമായ ഒരു കാര്യം മുഖ്യമന്ത്രി തന്നെ വെളിപ്പെടുത്തുമ്പോൾ ബന്ധപ്പെട്ട ആളുകൾ, ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയും സർക്കാരും എന്ത് നടപടി ഇതുവരെ സ്വീകരിച്ചു എന്നുള്ള കാര്യം പുറത്തു പറയണം എന്നുള്ളതാണ് ഗവർണർ പറയുന്നത്. സർക്കാരിന് അറിയാം ആരാണ് സ്വർണം കടത്തുന്നതെന്ന്, സ്വർണ്ണക്കടത്തിന് ലഭിക്കുന്ന പണം എങ്ങോട്ടാണ് പോകുന്നതെന്നും സർക്കാരിന് കൃത്യമായ കാര്യങ്ങൾ അറിയാമെന്നിരിക്കെ ഈ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഈ പണം ഉപയോഗപ്പെടുത്തുമ്പോൾ ഇവർക്കെതിരെ എന്ത് നടപടിയാണ് ഇതുവരെ സ്വീകരിച്ചത് എന്നുള്ളത് മുഖ്യമന്ത്രി വ്യക്തമാക്കണം, സർക്കാർ വ്യക്തമാക്കണം എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ഒരു രാഷ്ട്രീയ പോരിനെ തുടർന്നല്ല ഈ വിഷയം പറയേണ്ടിയിരുന്നത്. ഇതിനു മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ പറയുകയും ഒപ്പം തന്നെ കൃത്യമായ നടപടി എടുക്കുകയുമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടിയിരുന്നത്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഇതുവരെയായി ഈ വിഷയത്തിൽ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് സർക്കാർ വ്യക്തമാക്കണം, മുഖ്യമന്ത്രി വ്യക്തമാക്കണം എന്നുള്ളതാണ് ഗവർണർ പറയുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ തിരുവനന്തപുരത്ത് എത്തിയതോടുകൂടെ തന്നെ അദ്ദേഹം റിപ്പോർട്ട് തേടുമെന്ന് ഉൾപ്പെടെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, സ്വർണ്ണക്കടത്ത് ആരോപണത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സർക്കാരിനറിയാം ആരാണ് സ്വർണം കടത്തുന്നതെന്ന്, സ്വർണം കടത്തി ലഭിക്കുന്ന പണം എങ്ങോട്ടാണ് പോകുന്നതെന്നും സർക്കാരിന് അറിയാം. സർക്കാർ ഇതിൽ എന്ത് നടപടിയെടുത്തു എന്ന് പറയണമെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പാലക്കാട് ആവശ്യപ്പെട്ടു.